നാരായണ നാരായണ. ഓം ശ്രീമന്നാരായണീയം. ദശകം 41, ശ്ലോകം 7. നമ്മൾ പൂതനാമോക്ഷമാണ് പറഞ്ഞു വരുന്നത്. 3 ഭാഗം ഇപ്പോൾ പറഞ്ഞു. 2 ദശകങ്ങളിലായിട്ടാണ് പൂതനാമോക്ഷം പറയുന്നത്, 40-ഉം 41. അതിൽ 6-ാമത്തെ ശ്ലോകം വായിച്ചു. ഇനി 7-ാമത്തെ ശ്ലോകം. ഓം ഗൃഹേഷു തേ കോമളരൂപഹാസ മിഥ കഥാസങ്കുലിത കമന്യ വൃത്തേഷു കൃത്യേഷു ഭവൻ നിരീക്ഷ സമാഗത പ്രത്യഹമത്യനന്ദൻ. പ്രത്യഹം പ്രതി അഹം പ്രത്യഹം. അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദിവസം, പകല് എന്നുള്ള അർത്ഥം. എല്ലാ ദിവസവും പകല് എന്നർത്ഥം. അതാണ് നമ്മൾ സപ്താഹം, 7 ദിവസം, 7 പകല്, അതാണ്. അതേപോലെ പ്രത്യഹം ഓരോ ദിവസവും. ഗൃഹേഷു ഗൃഹങ്ങളിൽ ഇരുന്ന്. കോമളരൂപഹാസമിഥ കഥാ സങ്കുലിതാഹ. കോമളം മനോഹരം, അല്ലെങ്കിൽ മറ്റേ സൗന്ദര്യമുള്ളത്. രൂപം, കാരണം ഈ ഭഗവാന്റെ ശരീരത്തിന് എന്തൊരു സൗന്ദര്യം ചോദിച്ചാൽ നിശ്ചല. അപ്പോൾ ഹാസം, ഭഗവാന്റെ ആ ചെറിയ ഉണ്ണിയല്ലേ, ആ ഉണ്ണി ചിരിക്കുമ്പോൾ വെറുതെ ഒന്നിങ്ങനെ ആക്കിയാൽ തന്നെ നമുക്ക് വല്ലാത്തൊരു കോരിത്തെരിപ്പാണ്. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മന്ദഹാസം തുടങ്ങിയ ഓരോന്നും അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിഥ കഥാസങ്കുലിതാഹ. മിഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. ഗോപികമാര് അങ്ങോട്ടും ഇങ്ങോട്ടും, ഗോപന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഗോപന്മാരും ഗോപികമാരും തമ്മിൽ, അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ, ഇങ്ങനെ പരസ്പരം മിഥ സങ്കുലിതാഹ കഥാസങ്കുലിതാഹ. ഈ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ്. അങ്ങനെ കോമളരൂപഹാസമിഥ കഥാസങ്കുലിതാഹ എന്നുള്ളതിൻ്റെ സാരം, ഭഗവാന്റെ ചെയ്തികൾ ഓരോന്നും നടക്കണു. അല്ലെങ്കിൽ മുട്ടുകുത്തി ചോദ്യം ആയിട്ടില്ല. ഇവിടെ ഇപ്പോൾ കൈ ആ കാലം അങ്ങനെ, ഈ കൈ ഇങ്ങനെ, മറ്റേ ഉടുപ്പ് ഇങ്ങനെ, ഭഗവാന്റെ കുറി ഇങ്ങനെ, മാല ഇങ്ങനെ, യശോദ അങ്ങനെ ചെയ്തു, യശോദ ഇങ്ങനെ ചെയ്തു. കൃഷ്ണൻ ആ സമയത്ത് ഇങ്ങനെ പുഞ്ചിരിച്ചു, എന്നെ നോക്കി, അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. കൃഷ്ണൻ അത് തിന്നാൻ വേണ്ടിയിട്ട് എന്തോ എടുത്തു, അപ്പം ഞാനതിനെ നന്നല്ലാത്തതുകൊണ്ട് ഞാനതിനെ കളഞ്ഞു. ഇങ്ങനല്ലേ? അപ്പോഴേക്ക് ഉറുമ്പ് വന്നു, ഞാൻ ആ ഉറുമ്പിനെ കളഞ്ഞു. പഞ്ചാരയും കൽക്കണ്ടൊക്കെ ഉണ്ടായ കുറച്ച് ഉറുമ്പൊക്കെ വരും, തേനൊക്കെ കൊടുക്കുകയും അപ്പോൾ കുറച്ച് ഉറുമ്പൊക്കെ വരും. അപ്പോൾ അത് നിലത്ത് പോയിച്ചാൽ ഉറുമ്പിന് അവകാശപ്പെട്ടതാണ്, ഉറുമ്പ് വരും. കാരണം ഉറുമ്പും ജീവനാണ്. ആ ജീവൻ ഈ ഭഗവാനിലെത്താൻ വേണ്ടി ശ്രമിക്കും. അതിൽ ഉറുമ്പിൻ്റെ കുറ്റമൊന്നുമില്ല. പക്ഷേ അവിടെ പാടില്ലല്ലോ, ഉണ്ണി ഉറുമ്പ് കടിച്ചാൽ വയ്യ, അതുകൊണ്ട് ഉറുമ്പിനെ ഞാൻ കളഞ്ഞു. ഇങ്ങനെ പലതും വ്യാഖ്യാനിക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെ മിഥ കഥാസങ്കുലിതാഹ. പിന്നെ കമന്യ സുന്ദരികളായിട്ടുള്ള ഈ ഗോപവനിതകള്, വല്ലഭ സ്ത്രീകള്, ഈ ഗോപികള്. കൃത്യേഷു അവരുടെ പണികൾ, ഡ്യൂട്ടീസ് ഉണ്ട് ഓരോരുത്തർക്കും. അവരുടെ ഗൃഹങ്ങളിൽ പശുവിനെ കറക്കുക, മറ്റേ നിലം ശരിയാക്കുക, വസ്ത്രം തിരുമ്പുക, പാല് കറന്നിട്ട് അത് അവിടെ ഇവിടെ കൊണ്ടുകൊടുക്കുക, തൊഴുത്ത് നേരെയാക്കുക. അതൊക്കെയാണ് കൃത്യേഷു, അതാണ് ഡ്യൂട്ടീസ്. പിന്നെ അവനവൻ്റെ ഡ്യൂട്ടീസൊക്കെ വരണ്ടേ. ഇനി വൃത്തേഷു കൃത്യേഷു വൃത്തേഷു, എല്ലാ ഡ്യൂട്ടികളും തീർന്നു കഴിയുമ്പോൾ ഭവത് നിരീക്ഷാ സമാഗതാഹ, ഇങ്ങനെ അങ്ങയെ കാണാനായിട്ട് വരാൻ തുടങ്ങി. ഇപ്പം എന്താണ് ഇവിടെ ഇത്രയേ പറഞ്ഞുള്ളൂ. എന്നിട്ടോ അത്യനന്ദൻ, വളരെയധികം ആനന്ദത്തെ അനുഭവിച്ചു എന്നാ പറഞ്ഞു വന്നത്. ഗൃഹങ്ങളിലുള്ള ഡ്യൂട്ടീസ് അവർ ചെയ്തില്ല, അത്രയേ ഉള്ളൂ. ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യും. ആ കാര്യത്തിന് അത്രയ്ക്കേ പ്രാധാന്യം കൊടുത്തുള്ളൂ. മാത്രമല്ല അത് വേഗം ചെയ്ത് വെളിച്ചാവണേൻ്റെ മുന്നേ ആയിട്ട് ആ ഡ്യൂട്ടീസ് മുഴുവൻ ചെയ്ത് തീർക്കും. കഷ്ടിച്ച സൂര്യൻ ഉദിക്കണതിൻ്റെ മുന്നേ ആയിട്ട്, ഉദിക്കില്ല, പ്രകാശം വരുന്നുണ്ടാവും, വന്നു കഴിഞ്ഞാൽ ഇറങ്ങി എല്ലാവരും കൂടിയിട്ട് യശോദയുടെ അടുത്തേക്ക് എത്തും. യശോദയെ ഉണ്ണി നീട്ടില്ലേ, എവിടെ കുട്ടി, എവിടെ ഉണ്ണി, ഉണ്ണിയുടെ പിന്നാലെയാണ്. ഞാൻ കുളിപ്പിക്കാട്ടോ, ഞാൻ പൊട്ടുപിടിക്കാട്ടോ. യശോദയ്ക്ക് തരാവണില്ല. അങ്ങനെ, അല്ലെങ്കിൽ യശോദ ചെയ്യണത് ഇങ്ങനെ നോക്കി നിൽക്കും. ഹായ് 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 ഹായ്. ഇങ്ങനെ അത്യാനന്ദൻ എത്ര സന്തോഷിച്ചു അറിയില്ല, അത്രയും സന്തോഷിച്ചു. അതാണ്. അപ്പോൾ അവനവൻ്റെ ഡ്യൂട്ടീസ് വേഗം ചെയ്ത് കൃഷ്ണനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. എവിടെയാണോ കൃഷ്ണനുള്ളത്, ഒന്നുകിൽ നമ്മൾ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ കൃഷ്ണൻ എവിടെയായിരുന്നാലും ശരി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്തുക. ഇങ്ങോട്ട് വരുത്തണമെങ്കിൽ നമ്മുടെ ഗൃഹം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഒപ്പമുള്ളവർ ഒക്കെ ആ രീതിയിൽ വേണം പെരുമാറാനായിട്ട്. അപ്പോഴാണ് ഈ സാത്വികത പരമാവധി വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ കൃഷ്ണ സാമീപ്യം കിട്ടുക. ഈ കൃഷ്ണ സാമീപ്യം കൊണ്ട് എന്തൊക്കെ ഉണ്ടാവും?
അതിനാണ് ഗർഗാചാര്യർ നാമകരണം ചെയ്യുന്ന സമയത്ത് കകാര കമലാകാന്ത ഋകാര രമയതീതി ഷകാര ഷഡ്ഗുണവതി ഭഗവാൻ അകാരോ അഗ്നിഭുക്ക് നകാര ഭഗവാൻ സ്വയം വിസർഗോ നരനാരായണ. വെറുതെ പറഞ്ഞതല്ലാതെ. അപ്പോൾ ഭഗവാനുണ്ട്, ഈ ലക്ഷ്മിയുണ്ട്, ഭഗവത്വം മുഴുവനുണ്ട്. നമ്മുടെ താപങ്ങൾ, ഈ ദുഃഖങ്ങൾ മുഴുവൻ, ശോകദുഃഖ ഭയങ്ങളെ മുഴുവൻ, 3 ആധികളെ മുഴുവൻ തീർക്കും. മാത്രമല്ല നരനെ നാരായണനാക്കും. കാരണം ഭഗവാൻ സ്വയം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട്, നമ്മൾ ഭഗവാനെ നിരീക്ഷിച്ചുകൊണ്ട് ഭഗവാൻ നമ്മളെ ഭഗവാനാക്കി തീർക്കും. അതാണ്, അത്ര അർത്ഥമാണ് കൃഷ്ണ എന്നുള്ള ആ വാക്കിനെ. അപ്പോൾ ഇവിടെ നാമകരണം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കൃഷ്ണനെ ഇപ്രകാരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഇതൊക്കെ ചെയ്യണം. ഗൃഹേഷു തേ കോമളരൂപഹാസ മിഥ കഥാസങ്കുലിതാകമന്യ വൃത്തേഷു കൃത്യേഷു ഭവൻ നിരീക്ഷ സമാഗത പ്രത്യഹമത്യനന്ദൻ. ഇപ്പം ഇവിടെ പരസ്പരം പറയുന്നത് കൃഷ്ണകഥകളായിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ വളരെയധികം ആനന്ദത്തെ ആ ഗോപികമാര് അനുഭവിച്ചു. ഗോപികമാരല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് അത് ചെയ്യും. വേഗം ചെയ്ത് തീർത്ത് വെളിച്ചാകുമ്പോഴേക്കും ഇവിടെ എത്തുകയും ചെയ്യും. ഇനി ഗോപികമാര് ഈ കൃഷ്ണനെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട്, കൃഷ്ണനും അതെ അങ്ങോട്ട് ചെല്ലുക തന്നെയാണ്. അതിനും ചില സൂത്രങ്ങൾ ഭഗവാനാൽ ഇവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ പ്രേരണ കൊണ്ട് മാറ്റി തീർക്കും. എന്നാലേ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ, എന്നാലേ അങ്ങോട്ട് വരുള്ളൂ. അതാണ്. അപ്പോൾ എത്രത്തോളം ആനന്ദം അനുഭവിച്ചു അത് പറയാൻ നിവർത്തിയില്ല. അത്രത്തോളം ആനന്ദം അവര് അനുഭവിച്ചു. അഹോ കുമാരോ മയി ദത്തദൃഷ്ടി സ്മിതം കൃതം മാം പ്രതി വത്സകേന ഏഹ്യേഹി മാമിത്യുപസാര്യപാണിം ത്വയീശ കിം കിം ന കൃതം വധൂഭി. കുമാരഹ, ഈ ഗോപപാലനായിട്ടുള്ള മുകുന്ദൻ. അർത്ഥം എങ്ങനെ വേണിച്ചാൽ കൊടുക്കാട്ടോ. കുമാരൻ എന്ന് വെച്ചാൽ ഇവിടെ ചെറിയ ഉണ്ണി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവിടെ 5 വയസ്സ് വരെ വല്ലേ ബാലൻ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ പറയാൻ പറ്റും. ബാലൻ എന്ന് വെച്ചാൽ ബാലനുമായിട്ട് ശിശുവായിട്ടുള്ള അർഭകൻ അത്രയായിട്ടുള്ളൂ. അപ്പോൾ ഈ അർഭക ഭാവത്തിലുള്ള ഈ ഉണ്ണി മയി എന്നിൽ ദത്തദൃഷ്ടി, എന്നെയാണ് നോക്കണത്. ദത്തദൃഷ്ടി എന്നിൽ കണ്ണുവെച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് നോക്കുകയാണ്, അപ്പോൾ ഭഗവാൻ എന്നെ നോക്കുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പം താമര നിൽക്കുകയാണ്, ആ താമരയെ ആരാ നോക്കണത്? താമര എന്നെ നോക്കണു എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ താമരയെ കണ്ടപ്പോൾ താമര എന്നെ നോക്കണു, അത്രയല്ലേ? ആ കൂട്ടത്തിലാണ് മയി ദത്തദൃഷ്ടി. ഞാൻ കൃഷ്ണനെ നോക്കിയാൽ കൃഷ്ണനെ നോക്കണ്ട്. വത്സകേന, ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ശിശു എന്ന നിലയ്ക്ക്, മാം പ്രതി, ഞാനാണ് ആ ഉണ്ണിയെ ഏറ്റവും സ്നേഹിക്കുന്നത്, അതുകൊണ്ട് എന്നെ ഉണ്ണി നോക്കണം. മാം പ്രതി മാത്രമല്ല സ്മിതം കൃതം, എന്നെ നോക്കിയിട്ടോ നന്നായിട്ടൊന്ന് ചിരിച്ചു കേട്ടോ. ഗോപികമാരുടെ പരസ്പരമുള്ള പേരൊക്കെ വിളിക്കും. ഗോപികയെ പേരെന്താ വെച്ചാൽ അത് എന്താ വെച്ചാൽ വിളിക്കുക, സതി ഇതാ എന്നെ നോക്കിയിട്ട് ഇതാ ഉണ്ണി ചിരിക്കണം നോക്കൂ. അപ്പോൾ മറ്റേ ഗോപിയും തന്നെയാണ് ചെയ്യണത്. ആ ഗോപിയെ നോക്കിയിട്ടും ഭഗവാൻ ചിരിക്കുന്നുണ്ട്. ഭഗവാന്റെ ഈ മുഖം അത് സഹസ്രാക്ഷനായതുകൊണ്ട്, സഹസ്രമുഖനായതുകൊണ്ട് എല്ലാ ദിക്കിരിക്കും, സഹസ്രവദന. അപ്പം എല്ലാ ദിക്കിരിക്കും ഭഗവാന് മുഖമുണ്ട്. പക്ഷെ അതിപ്പോൾ ഓരോരുത്തർക്കും അറിയില്ലല്ലോ. എന്നെ നോക്കണു, ശരിയാണ്, എന്നെ നോക്കണു, എന്നെ നോക്കണു. താമരയ്ക്ക് എതളുകൾ പറയണ്ടേ? താമര എവിടെ നോക്കിയാലും ഒരേപോലെ താമര. അപ്പം ആ താമര എന്നെയാ നോക്കണ എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണ്, ആരാ അല്ലാന്ന് തന്നെ തെറ്റൊന്നുമില്ല. എന്നെയും നോക്കണു, എന്നെയും നോക്കണു, എന്നെയും നോക്കണു, എന്നെയും നോക്കണു, ഇതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്ത്? ഈ മയി ദത്തദൃഷ്ടി വത്സകേന മാം പ്രതി സ്മിതം കൃതം. പിന്നെ പാണി പ്രസാര്യ, കൈകൾ രണ്ടും നീട്ടിപ്പിടിച്ച് മാം ഏഹി, മാം ഏഹി, മാം ഏഹി, എന്നെ എടുക്കൂ, എന്നെ എടുക്കൂ, എന്നെ എടുക്കൂ എന്ന് പറയുന്നതാണ് സാരം. കാരണം എന്താ കാരണം? ഭഗവാനെ കിട്ടാൻ അത്ര തപസ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പൊ ഈ ഗോപികമാര് അനവധി യുഗാന്തരമായിട്ട് തപസ് ചെയ്യുന്നവരാ. ഏതൊക്കെ തരത്തിൽപ്പെട്ട ജീവിതങ്ങളാണ് ഓരോരുത്തരും ജീവിച്ചത് ചോദിച്ചാൽ അറിയില്ല. രാക്ഷസികളായിട്ട് അനവധി ആൾക്കാരുണ്ട്. അതുപോലെ ഭഗവാന്റെ അവതാരം, അനവധി അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തുള്ള സകല സ്ത്രീകളും ഗോപികമാരായിട്ട് ജനിക്കാനാണ് വന്നത്. അതുകൊണ്ടാണ് 110 ഗണങ്ങൾ
ഗോപികമാർ ഇവിടെ വന്നിട്ടുണ്ടെന്നാ. അവരൊക്കെ എന്താ പറയണത്? ഇതാ കൃഷ്ണൻ എന്നെ നോക്കണു, ശരിയാണ്. കൃഷ്ണൻ ഇതാ എന്നെ എടുക്കാൻ പറയണു, ശരിയാണ്, എടുക്കണ്ട്, എന്നെ എടുക്കൂ, എന്നെ എടുക്കൂ. ഇങ്ങനെ പാണി പ്രസാര്യ മാമേഹി മാമേഹി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെയോ ഈശഹ അതെയോ ഗുരുവായൂരപ്പ വധൂഭി, ഈ ഭഗവാന്റെ വധുക്കളായിട്ട് സ്വയമേവ വിചാരം ചെയ്തതായിട്ടുള്ള ഈ ഗോപസ്ത്രീകള്, വധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായവര്. ഇപ്പൊ നമ്മളൊക്കെ സ്വതവേ ഭഗവാന്റെ വധുക്കളാണ്, ആണോ പെണ്ണോ വ്യത്യാസമൊന്നുമില്ല. ജീവൻ എന്ന നിലയ്ക്ക് ഭഗവാങ്കലെത്താനുള്ള താല്പര്യത്തോട് കൂടിയിട്ടാണ്. ഇവിടെ ഗോപികമാർക്ക് കുറച്ചുകൂടി പ്രത്യേകമുണ്ട്. കാരണം അടുത്ത കൃഷ്ണാവതാരത്തിൽ ഞാൻ നിങ്ങളെ വധുക്കളാക്കിക്കൊള്ളാം, ഭാര്യമാരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞില്ല, വധു ആക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. കന്യക, വധു, പത്നി 3 ഭാവമാണ്. കന്യക എന്നുള്ളത് ഈ വലുതാവണതിൻ്റെ മുന്നേ ഉള്ള കുട്ടികൾ, 10 വയസ്സ് വരെ. അത് കഴിഞ്ഞ് വിവാഹം. നമുക്ക് ഇപ്പോഴത്തെ കന്യക കഴിഞ്ഞിട്ട് വധു ആവണയ്ക്കാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു ബിറ്റ്വീൻ ഉണ്ട്, അതിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. കന്യകയെ വേണം, കന്യകാദാനം എന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് സ്ത്രീയെ ദാനം പറഞ്ഞിട്ടില്ല. എന്തായാലും ഇവിടെ അതുകൊണ്ടായിരിക്കും സ്ത്രീധനം അതിൻ്റെ പണിഷ്മെന്റ്. ഏതായാലും അതിൻ്റെ വിഷയമില്ല. ഇവിടെ നമുക്ക് ഈ കന്യക കഴിഞ്ഞിട്ട് വധുക്കളായി. ഇവരൊക്കെ വധുക്കളാണ്. ആരാ വധു? കല്യാണം നിശ്ചയിച്ച ആളാണ്. ഇവിടെ ഈ ഗോപികമാർ ആരെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്? വരനായിട്ട് കണ്ടിരിക്കുന്നത് കൃഷ്ണനെയാണ്. ഏത് കാലത്താണ് കണ്ടിരിക്കുന്നത്? ഇപ്പോഴല്ല, കണ്ടിട്ട് യുഗാന്തരങ്ങളായി. പല യുഗങ്ങളിലായിട്ട്. ത്രേതായുഗത്തിൽ രാമനെ കണ്ടവര്, അതേപോലെ ഈ യുഗത്തില് മറ്റേ വാമനനെ കണ്ടവര്. അപ്പോൾ ഈ പല യുഗങ്ങളിലും പല അവതാരങ്ങളും ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചവരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ ഈ കൃഷ്ണാവതാര സമയത്ത് സ്ത്രീകളായിട്ട്, ഗോപസ്ത്രീകളായിട്ട് ജനിച്ചോളൂ, അവിടേക്ക് ഞാൻ വരും, അപ്പോൾ നിങ്ങളുടെ ഈ ആഗ്രഹത്തെ ഞാൻ സാധിപ്പിക്കാം. അപ്പോൾ ഇവരൊക്കെ വധുക്കളാ. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ഈ വധൂഭി, ഈ ഗോപസ്ത്രീകൾ മുഴുവൻ ത്വയി, അങ്ങയെ വിഷയമാക്കി കിം കിം ന കൃതം അഹോ, എന്തൊക്കെ ചെയ്തില്ല, എല്ലാം ചെയ്തു എന്ന്. എന്താ കാരണം? ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട്, ഭർത്താവിൻ്റെ പ്രീതി കിട്ടാൻ, ഭർത്താവിന് ഇഷ്ടമാകുന്നത് മുഴുവൻ ചെയ്തു കൊടുക്കുക എന്നതാണ്. അത് മുഴുവൻ ചെയ്തു കൊടുത്തു, അത്രേ ഉള്ളൂ. അഹോ കുമാരോ മയി ദത്തദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹി മാമിത്യുപസാര്യ പാണിം ത്വയീശ കിം കിം ന കൃതം വധൂഭി. പാശ്ചാത്യത്തില് ഈ ചെറിയ ഉണ്ണി എന്നെയാണ് നോക്കുന്നത് എന്ന് എനിക്ക് തോന്നി, എന്നെ എടുക്കൂ എന്ന് എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി, ഞാൻ അതൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്നെ നോക്കണു, എൻ്റെ പരിചര്യ ഈ ഉണ്ണി ആഗ്രഹിക്കണു, ഞാൻ അതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ വധൂഭി എന്നുള്ള വാക്കാണ് ഈ ഗോപസ്ത്രീകൾ എന്നുള്ള രീതിയിലല്ല, കൃഷ്ണന്റെ വധുക്കളായിട്ട് ഈ ഭാവിയിലെ രാസലീല അവിടേക്ക് എത്തിക്കുകയാണ്. ഭവദ്വപു സ്പർശന കൗതുകേന കരാർക്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്രസരോജമാല വ്യാലംബിലോലംബതുലാമലാസി. 9ാമത്തെ ശ്ലോകം. ഗോപവധൂജനേന ഭവദ്വപു സ്പർശന കൗതുകേന. ഇപ്പോൾ മേൽപ്പത്തൂർ ആവർത്തിച്ച് പറയാം. ഈ ഗോപസ്ത്രീകളാകുന്ന കൃഷ്ണന്റെ വധുക്കള് അങ്ങയുടെ ശരീരം സ്പർശിക്കുന്നതിലുള്ള സന്തോഷം കൊണ്ട്, അതാണ്. അല്ലാണ്ട് ചെറിയ ഉണ്ണിയെ എടുക്കുന്ന ആയകളെ പോലെയല്ല. ഭഗവാൻ ഭർത്താവാണ്. ആ ഭർത്താവായിട്ട് വരേണ്ടയാളെ ഇപ്രകാരത്തിൽ, രാധയും കൂടി അങ്ങനെയാണ്. രാധയ്ക്കാണ് പ്രായം കൂടുക, ഉണ്ണിക്ക് ചെറിയ ഉണ്ണിയാണ്, പക്ഷേ രാധ ഭഗവാന്റെ പത്നിയാണ്. അപ്പോൾ ഈ ഗോപസ്ത്രീകള് വധുക്കളായിക്കൊണ്ട് ഭഗവാന്റെ ശരീരത്തെ സ്പർശിക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹം കാണിക്കുകയാണ്, മത്സരിക്കുകയാണ്. ഗോപവധൂജനേന ഭവദ്വപു സ്പർശന കൗതുകേന. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം, അതിൻ്റെ ഒരു സുഖത്തെ സ്വീകരിക്കല്, അതിന് അവസരം കിട്ടില്ല. കാരണം ഉണ്ണി ഒന്നേ ഉള്ളൂ, ലൗകികമായിട്ട് ഉണ്ണി ഒന്നേ ഉള്ളൂ. നോട്ടം കൊണ്ടോ വാക്കുകളെ കൊണ്ടോ ഒക്കെ ഉണ്ണിക്ക് പലതാവാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ പലതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അച്ഛനമ്മമാർക്ക് ഒക്കെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭഗവാൻ പലതാവില്ല.
പലതാവേണ്ട സന്ദർഭമുണ്ട്. രാസലീലയിൽ ഭഗവാൻ പലതാവും, വിവാഹ സമയത്ത് ഭഗവാൻ പലതാവും. അവിടെ വകുപ്പുണ്ട്, ഇവിടെ വകുപ്പില്ല. അപ്പം അതുകൊണ്ട് ഒരു ഉണ്ണിയുള്ളൂ. ഇപ്പം എല്ലാവരും ഈ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട്, എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കട്ടെ ഇങ്ങനെ മാറി 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 എടുപ്പിച്ചു ഭഗവാനെ. അപ്പം ഈ കൗതുകം കൊണ്ട് കരാൽക്കരം നീത, അതാണ് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റാളുടെ കയ്യിലേക്ക്, അടുത്ത ആളുടെ കയ്യിൽ നിന്ന് അടുത്ത ആളുടെയിലേക്ക് ഇങ്ങനെ മാറി മാറി. ഈ ഉണ്ണിക്ക് നിലത്തിരിക്കാൻ സമയമില്ല, ഇങ്ങനെ കൈകളിലൂടെ സഞ്ചരിക്കുകയാണ്. ത്വാം ആതാമ്ര സരോജ കലാ ആതാമ്ര സരോജമാല വ്യാലംബി ലോലംബ തുലാം അലാസി. അലാസി എന്ന് വെച്ചാൽ സ്വീകരിച്ചു, ഇഷ്ടത്തോട് കൂടിയിട്ട് സ്വീകരിച്ചു. ആലാസി അതാണ് അലാസി എന്നുള്ളൂ. ഇഷ്ടത്തോട് കൂടിയിട്ട് സ്വീകരിച്ചു എന്നതാണ്. എന്താണ് സ്വീകരിച്ചത്? ആതാമ്ര സരോജമാല വ്യാലംബി ലോലംബ തുലാം. സ്വല്പം ചുവന്നതായിട്ടുള്ള താമരപ്പൂക്കളുടെ കൂട്ടത്തിൽ പറ്റി നിൽക്കുന്നതായിട്ടുള്ള കാർവണ്ടിൻ്റെ സാമ്യത്തെ ഭഗവാൻ അങ്ങനെ ഒരു രൂപമായിട്ട് മാറി എന്ന് സാരം. അതായത് ഭഗവാന്റെ നിറം മേഘനിറം, ഒരു വണ്ടിൻ്റെ നിറം. അപ്പോൾ കറുത്ത വണ്ടുകൊണ്ട് കരിവണ്ട്. എന്നാൽ ഈ ഭഗവാന്റെ നിറം നീലയാണ്, മേഘവർണ്ണനാണ്. മേഘം എന്ന് വെച്ചാൽ നമ്മൾ ഈ കരിനീല എന്നുള്ള അർത്ഥത്തിലല്ല, എങ്കിലും വണ്ടിൻ്റെ നിറമെന്ന് പറയാറുമുണ്ട്. വണ്ടിൻ്റെ നിറം അല്ല ശരിക്കും, അത് അതിശയോക്തിയാണ്. അപ്പോൾ ഇവിടെ ആതാമ്ര സരോജം എന്ന് പറഞ്ഞാൽ താമര. അപ്പോൾ നല്ലോണം ചുമന്നതായിട്ടുള്ള താമര മാല, ആതാമ്ര സരോജമാല. അപ്പോൾ ചുവന്നതായിട്ടുള്ള താമരമാല, അതിൻ്റെയോ വ്യാലംബി ലോലംബ തുലാം, അതിൽ പറ്റി നിൽക്കുന്നതായിട്ടുള്ള ഈ ഇങ്ങനെ ആടി കളിക്കുമല്ലോ വണ്ട്. താമരയുടെ എതളിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ താമരയുടെ എതൾ ഈ കനം കൊണ്ട് ഒന്നിങ്ങനെ ആടും, അപ്പോൾ വണ്ടും ആടും. അങ്ങനെ വ്യാലംബി ലോലാംബ തുലാം. അപ്പം ഇങ്ങനെ പാറി നിൽക്കുന്നതായിട്ടുള്ള, എന്നാൽ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ചെറുകിട്ട് അടിക്കുകയും ചെയ്യും. താമരയുടെ ഇതള ആടുമ്പോൾ അതും ആടും. അപ്പോൾ ഉള്ളിലാണെച്ചാൽ താമരയുടെ ഇതൾ അങ്ങനെ ആടില്ല, ഏറ്റവും ഉള്ളിലാണെച്ചാൽ അതിങ്ങോട്ട് താഴത്തേക്ക് വീഴും. അപ്പോൾ അതിന് പിടുത്തം കിട്ടിയില്ല വെച്ചാൽ അത് താഴത്തേക്ക് വീഴുകയും ചെയ്യും. ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പാറി പറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പോലെ ഉപമാലങ്കാരം. ഇപ്പം ഇവിടെ ഈ താമര ഇതളുകളിൽ വണ്ട് ഇങ്ങനെ നടക്കണ പോലെ അനവധി ഗോപികമാര്, അവരൊക്കെ താമര ഇതളുകളായിട്ട് സങ്കല്പിക്കാം. സഹസ്രദളമുള്ള ഒരു താമര. ആ താമരയിൽ ഈ വണ്ട് ഓരോ ഇതളായിട്ട് ഇങ്ങനെ പോവുക. അതേപോലെ തന്നെ കർണികയിൽ ചെന്ന് കഴിഞ്ഞാൽ തേൻ എല്ലായിട്ടുണ്ടോ, എല്ലാ ദിക്കിൽ നിന്നും തേനെടുക്കുന്ന പോലെ. അപ്പോൾ വണ്ടിൻ്റെ സ്ഥാനം ഇങ്ങനെ മാറി മാറി അതിങ്ങനെ നടക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ വണ്ട് താമരയിൽ ഇങ്ങനെ നടക്കണ പോലെ ഈ ഗോപസ്ത്രീകളുടെ കയ്യിൽ നിന്ന് കരാൽക്കരം നീതഹ അങ്ങനെ മാറി മാറിപ്പോയി. ഭവദ്വപു സ്പർശന കൗതുകേന കരാൽക്കരം ഗോപവധൂജനേന നീതഃ ത്വം ആതാമ്ര സരോജ മാല വ്യാലംബി ലോലംബ തുലാം അലാസി. ഇങ്ങനെ ഭഗവാൻ ഒരു വണ്ടായിട്ട് മാറി, വണ്ടിൻ്റെ രൂപത്തെ സ്വീകരിച്ചു എന്ന് കവിഭാവന. അപ്പോൾ ഭഗവാൻ ഈ ഗോപന്മാരെ അനുഗ്രഹിക്കാൻ, ഗോപസ്ത്രീകളെ അനുഗ്രഹിക്കാൻ, ഗോപകുമാരന്മാരെയും പശുക്കളെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തെ സ്വീകരിച്ചത്. അപ്പോൾ അത് എല്ലാവർക്കും എന്ത് ചെയ്തു? കൊടുത്തു. എന്താണോ കിട്ടേണ്ടത് അതിനെ ഭഗവാൻ കൊടുത്തു. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടായിട്ട് മാറിയതൊക്കെ. ഇനി നിപായന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദ കഥമാം ന ഭേജേ സ താദൃശ പാഹി ഹരേ ഗദാന്മാം. അംഗകം ഒരു മറ്റേ മടിയിൽ, ഒരു ഗോപസ്ത്രീകളുടെ അല്ലെങ്കിൽ യശോദയുടെ മടിയിലിരിക്കുന്നതായിട്ടുള്ള ത്വാം അങ്ങയെ, സ്തനം യശോദയുടെ മടിയിലിരിക്കുന്നതായിട്ടുള്ള അങ്ങയെ, ഈ സ്തനം നിപായന്തി സ്തനം കുടിപ്പിക്കുന്നതായിട്ടുള്ള, പാല് കൊടുക്കുന്നതായിട്ടുള്ള, വദനം ആ മുഖത്തെ, വിലോകയന്തി നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള, ഹസന്തി അപ്പോൾ പുഞ്ചിരിക്കുന്നതായിട്ടുള്ള, യശോദ ഈ ശ്രീകൃഷ്ണന്റെ മാതാവായിട്ടുള്ള നന്ദഗോപരുടെ പത്നിയായിട്ടുള്ള യശോദ, കഥമാം ദശാം ഏതൊരു അവസ്ഥയിലാണ് സുഖത്തെ പ്രാപിച്ചത്, ന ഭേജേ
പ്രാപിക്കാതിരുന്നത്? താദൃശഃ സ, അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് ഗതാത് മാം പാഹി, എന്നെ രോഗത്തിൽ നിന്നും രക്ഷിച്ചാലും. അപ്പം ആദ്യം പറഞ്ഞത് ഗോപികമാരുടെ കഥയാണ്. അതിനുശേഷം പറഞ്ഞത് ഗോപികയായിട്ടുള്ള യശോദയുടെ. കാരണം എന്താ? ഈ ഉണ്ണിയുടെ അമ്മ. ഈ ഉണ്ണിയുടെ അമ്മയാണോ? അല്ല, ആരോപിക്കപ്പെട്ടതാ. അപ്പോൾ എന്നാൽ അങ്ങനെ പറയാൻ പാടോ? അങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ പോലും പറയാൻ പാടില്ല എന്നാ. അതായത് യശോദയുടെ തന്നെയാണ് ഉണ്ണി എന്ന് ഉണ്ണി പറയുന്നുണ്ട്. കൃഷ്ണൻ വലുതായപ്പോഴും കൃഷ്ണൻ അങ്ങനെ തന്നെയാ പറയണം. ആരെങ്കിലും അങ്ങനെ അല്ല എന്ന് പറഞ്ഞു വെച്ചാൽ അയാൾക്ക് ശിക്ഷ ഉണ്ടെന്നാ. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് സമാധാനമായി. അപ്പോൾ നമ്മളങ്ങനെ പറയാൻ പാടുമോ? നമ്മളങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ ഉണ്ണിയെ മാറ്റം ചെയ്തു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അമ്മയുടേതാണ് ഉണ്ണി, യശോദയുടേതാണ് ഈ അജനാണ്, ജന്മമില്ല. അപ്പോൾ ആ ഭഗവാൻ ഈ യശോദയുടെ ഉണ്ണിയായിട്ട് പിറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. അതാണ്. ആ അമ്മ എത്രത്തോളം ആനന്ദത്തെ അനുഭവിച്ചു സ്തന്യം കൊടുക്കുമ്പോൾ എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. മുല കൊടുക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കി മുല കൊടുക്കുമ്പോൾ ആ ഉണ്ണിയുടെ ചിറി, അപ്പം ചിരിക്കുന്നതായിട്ടുള്ള ഒന്നും പറയാറൊന്നും പറ്റില്ലല്ലോ. പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഉണ്ണിയെ മുല കൊടുക്കുമ്പോൾ അങ്ങനെയാണ് വേണ്ടത്. വേറെ ഒരുത്തിരിക്ക് ശ്രദ്ധിക്കേ പാടില്ല. മറ്റുള്ളവർ വന്നു വെച്ചാൽ അങ്ങോട്ട് നോക്കുക, കൃഷ്ണനെ നോക്കുക, യശോദയെ നോക്കുക, അത്രേ പാടും. അതിൽ നിന്നുള്ള ഈ സൗന്ദര്യങ്ങൾ, സൗകുമാര്യങ്ങൾ, അതിൻ്റെ ചില പ്രതിഫലനങ്ങളെ ആസ്വദിക്കുക, അത്രേ പാടും. അതിൽ ഇടപെടാൻ പാടില്ല. ആ ഉണ്ണിയെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കോപ്പറാട്ടി കാണിക്കാൻ പാടില്ല. യശോദയോട് ഇതാ നോക്കൂ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ എന്താ നാഴിപ്പാല് തന്നിട്ടുണ്ട്. ആ നാഴിപ്പാലിന് ഒരു വലിയില്ല അവിടെ. ഉണ്ണിയെ സ്തനം കൊടുക്കുന്നതായിട്ടുള്ള ഒരു അമ്മയുടെ അടുത്ത് വന്നിട്ട് ഒരാളും ഒരു ചേഷ്ടകളും കാണിക്കാൻ പാടില്ല. ഇതിന് വിഘ്നം ഉണ്ടാവാൻ പാടില്ല. ശിശു മാതൃ വിഭേദനം ബ്രഹ്മഹത്യാ പാപ. അവിടെ സ്തന്യം കുടിക്കുന്നത് നിർത്തൽ ചെയ്യണ്ട. സ്തന്യം കുടിക്കുന്ന സമയത്ത് ഈ ഭാവഹാവാദികൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബ്രഹ്മഹത്യാ പാപ. അപ്പം അതുകൊണ്ട് വളരെയധികം മനസ്സിരുത്തണം. ഇതൊരു നിയമമാണ്. നിദ്രാഭംഗ കഥാച്ഛേദ ദമ്പത്യോർ പ്രീതിഭേദനം ശിശുമാതൃ വിഭേദശ്ച ബ്രഹ്മഹത്യ സമം സ്മൃതം. കഥാവിഘ്നം വരാൻ പാടില്ല. അങ്ങനെ ഹോണൊക്കെ അടിക്കണ കേട്ടില്ലേ? കുറച്ചൊക്കെ കരുതി കൂട്ടിയിട്ട് വേണം, അത് സാരില്ല. അപ്പോൾ ചിലതൊക്കെ കഥാവിഘ്നം, നിദ്രാഭംഗം, ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ഉണർത്താൻ പാടില്ല. നിദ്രാഭംഗ കഥാച്ഛേദോ ദമ്പത്യോർ പ്രീതിഭേദനം. ദമ്പതികൾ തമ്മിൽ സല്ലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലിടയിൽ കയറി എന്നിട്ട് വേറൊന്നും ആരൊന്നും പറയാൻ പാടില്ല. ആ സമയത്ത് കണ്ടു നിന്ന് നടിക്കാൻ പാടില്ല, പോകണം. അങ്ങനെയാണ്. അതേപോലെ അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഇടപെടലിനെ മറ്റൊരു ബാഹ്യശക്തി അവിടെ ഒന്നും വരാൻ പാടില്ല, ഇടപെടാൻ പാടില്ല. അമ്മയ്ക്കും വിഷമം ഉണ്ടാക്കരുത്, കുഞ്ഞിനും വിഷമം ഉണ്ടാക്കരുത്. അങ്ങനെ നിയമം. അപ്പം ഇങ്ങനെ ആസ്വദിക്കുന്നതായിട്ടുള്ള ആ അമ്മയും കുഞ്ഞും എന്തെല്ലാം തരത്തിൽപ്പെട്ടതായിട്ടുള്ള സുഖം ഈ യശോദ സ്വീകരിച്ചിട്ടുണ്ടാവും, അതാർക്കും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എന്നെയും രക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂര് അവിടെ ശ്രീകൃഷ്ണനോട് ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്നിട്ട് ഗുരുവായൂരപ്പനോട് പറഞ്ഞു. വലിയ അമ്പലത്തിൽ നിന്ന് നേരിട്ട് ശ്രീരാധയ്ക്ക് നോക്കിയിട്ട് പൂതനാമോക്ഷം ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടില്ലേ കൃഷ്ണ? ഉവ്, നന്നായിട്ട് പറഞ്ഞു. അതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിച്ചില്ലേ? അത് ഈ രചന ഉണ്ടാവുകൊണ്ടല്ലേ. ഇപ്പോൾ ഈ സംസ്കൃതം ഇങ്ങനെ വായിക്കുമ്പോൾ ഈ കഥ, ഭാഗവതത്തിലെ കഥ ഇങ്ങനെ മുഴുവൻ ഓർമ്മയുണ്ടെങ്കിൽ അത് രണ്ടും കൂടിയാണ് കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭാവനയുണ്ടെങ്കിൽ ആ കൃഷ്ണനും ഈ യശോദയും അനുഭവിക്കുന്നതായിട്ടുള്ള ഗോപികമാരോട് കൂടിയിട്ട് അവർ ആനന്ദിക്കുന്നത്, അവരുടെ വൃദ്ധി, അവരുടെ സന്തോഷം, ഇതെല്ലാം നമുക്കും ലഭിക്കും. നമ്മുടെ മനസ്സ് പിന്നെ എവിടെയെങ്കിലും പോവോ? ഒരിക്കലും പോവില്ല. നിപായന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദ കഥമാം നഭേജേ സ താദൃശ പാഹി ഹരേ ഗദാൻമാം. ഇങ്ങനെയുള്ള ഭാവത്തിൽ നമുക്കും ആ ഭഗവാൻ നമ്മുടേതായിട്ടുള്ള ശോകദുഃഖ ഭയങ്ങളെ, മൂന്നാധികളെ മുഴുവൻ, ഈ ചീത്ത വിചാരങ്ങളെ മുഴുവൻ, 50 ചീത്തകളുണ്ടല്ലോ, അത് മുഴുവൻ ഇല്ലാണ്ടാക്കാൻ ഭഗവാൻ തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഇനി 42ാമത്തെ ദശകത്തിൽ ശകടാസുര
മുക്തി തൊട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നാളെ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ 4 ഭാഗങ്ങളായിട്ട് പൂതനാമോക്ഷം കഥ പറഞ്ഞിരിക്കുന്നു. അതിൽ ബാലരക്ഷ അതിൻ്റെ വാച്യാർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അത് ഷെയർ ചെയ്യുക. ശ്രീഹരേ നാരായണ.